പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ ജനങ്ങളോട് സ്വർഗരാജ്യത്തെപ്പറ്റി ഉപമകളിലൂടെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ ഉപമകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപമയാണല്ലോ 10 കന്യകമാരുടെ ഉപമ. ഈ 10 കന്യകമാരിൽ 5 പേർ വിവേകമതികളായിരുന്നു എന്നെടുത്ത് പറയുന്നുണ്ട്. അവർ വിവേകമതികളായിരുന്നത് കൊണ്ട് തന്നെ മണവാളനെ വരവേൽക്കുവാനായി നിയോഗിക്കപ്പെട്ടപ്പോൾ വിരുന്നിലെത്തുന്ന മണവാളൻ രാത്രിയിൽ എത്തുവാൻ താമസിച്ചാൽ എത്തുവോളം തങ്ങളുടെ വിളക്കുകൾ കത്തി നിൽക്കേണ്ടതിന് ആവശ്യമായി വരുന്ന എണ്ണയും അവർ കരുതിയിരുന്നു. എന്നാൽ വിവേകമതികളല്ലാത്ത കന്യകമാർ ആവട്ടെ അവരുടെ വിളക്കിലുണ്ടായിരുന്ന എണ്ണയും മാത്രവുമായി ആണ് മണവാളനെ എതിരേൽക്കുവാൻ എത്തിയത്. ഒടുവിൽ മണവാളൻ എത്തിയപ്പോൾ എണ്ണ തികയാത്ത കന്യകമാർ എണ്ണ സംഘടിപ്പിക്കുവാൻ പോയെന്നും എണ്ണ കയ്യിൽ ഉണ്ടായിരുന്നവർ ആവട്ടെ മണവാളനോടൊപ്പം വിരുന്നിനായി മണവറയിലേക്ക് പ്രവേശിച്ചതായും ഒക്കെ നാം സുവിശേഷത്തിലെ ഉപമകളിലൂടെ ധാരാളം പ്രാവശ്യം കേട്ടിട്ടുമുണ്ട്, വായിച്ചിട്ടുമുണ്ട്, ധ്യാനിച്ചിട്ടുമുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിവേകമതികളായ 5 സ്ത്രീകളുടെ മെത്രാപ്പൊലിത്തൻ വികാരിയുമായുള്ള കൂടിക്കാഴ്ചയെപ്പറ്റി പറയുന്നതിനാണ് മണവാളനെ എതിരേൽക്കാൻ നിയുക്തരായ 10 കന്യകമാരുടെ ഉപമ ഇവിടെ സൂചിപ്പിച്ചത്. ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് എറണാകുളം അതിമെത്രാസന മന്ദിരത്തിൽ മെത്രാപ്പൊലിത്തൻ വികാരിക്ക് നേരിടേണ്ടി വന്ന ഒരു സംഘം വിശ്വാസികളിൽ ഈ അതിരൂപതയിൽപ്പെട്ട 5 സ്ത്രീകളും ഉൾപ്പെടുന്നു. അവർ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണത്തെ സംബന്ധിച്ച് ഈ അതിരൂപതയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തെപ്പറ്റി, അതിനെതിരായി വിമത വൈദികർ നടത്തുന്ന പ്രവർത്തനങ്ങളെപ്പറ്റിയും വിമത വൈദികർക്കും വിമത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കും കൊടുക്കുന്ന പിന്തുണയും അംഗീകാരവും ഏകീകൃത വിശുദ്ധ കുർബാനയ്ക്കായി സഭയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വിശ്വാസികൾക്ക് നേരിടേണ്ടി വരുന്ന അപമാനത്തെയും അപമതിപ്പിനെയും പരിഗണനയില്ലായ്മയും മെത്രാപ്പൊലിത്തൻ വികാരിയോട് നേരിട്ട് ചോദിക്കുകയുണ്ടായി. വിമത പ്രവർത്തനം നടത്തുന്ന പുരോഹിതന്മാർക്ക് എന്തുകൊണ്ട് ജനാഭിമുഖ കുർബാന നടത്തുവാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നു എന്നുള്ള ചോദ്യത്തിന് കാനോൻ നിയമം അനുസരിച്ചാണോ ഈ അതിരൂപത ഭരിക്കപ്പെടുന്നത് എന്നുള്ള ചോദ്യത്തിനുമൊക്കെ മറുപടിയില്ലാതെ കുഴയുന്ന മെത്രാപ്പൊലിത്തൻ വികാരി വിവേകമതികളായ ഈ സ്ത്രീകളുടെ ചോദ്യങ്ങൾ അവഗണിച്ച് തള്ളുവാൻ ശ്രമിക്കുകയാണ്. ബുദ്ധിയും വിവേകവും തമ്മിലുള്ള വ്യത്യാസം മെത്രാപ്പൊലിത്തൻ വികാരിയെ നന്നായി മനസ്സിലാക്കി കൊടുത്ത ദൈവിക ഇടപെടലായിരുന്നു ഈ സ്ത്രീകളുടെ പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയെന്ന് മെത്രാപ്പൊലിത്തൻ വികാരി തിരിച്ചറിയട്ടെ. കൃപയില്ലാത്തതും ഫലദായകവുമല്ലാത്തതുമായ ഇല്ലിസിറ്റ് കുർബാന കാണുവാൻ എന്തിനാണ് ഞങ്ങളെ നിർബന്ധിക്കുന്നത് എന്ന ചോദ്യത്തിന് മെത്രാപ്പൊലിത്തൻ വികാരിക്ക് തട്ടാപ്പോക്കിന് മുട്ടാപ്പോക്ക് എന്ന മറുപടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാനോൻ നിയമം അനുസരിച്ചല്ലേ സഭയെ ഭരിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പ്രശ്ന പരിഹാരത്തിനുള്ള നടപടികളെപ്പറ്റിയാണ് മെത്രാപ്പൊലിത്തൻ വികാരി പറയുന്നത്. തിരുസഭയ്ക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർക്ക് നൽകുവാനുള്ള ശിക്ഷാ നടപടികൾ കാനോൻ നിയമത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുമ്പോൾ അതിനൊന്നും മെനക്കെടാതെ തെറ്റുകാണിച്ചവരെ തുടർന്നും തെറ്റുകാണിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുന്നു. ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെയൊക്കെ ന്യായീകരിച്ച് വശം കിടന്ന മെത്രാപ്പൊലിത്തൻ വികാരി ഒരു കാര്യം തൻ്റെ നിലപാടിലൂടെ വ്യക്തമാക്കി. തിരുസഭയെ നയിക്കുവാനുള്ള കാനോനിക നിയമപ്രകാരം ഒന്നും ആയിരിക്കില്ല ഈ അതിരൂപതയെ നയിക്കുന്നത്, മറിച്ച് താൻ ഉറപ്പിച്ചു കൊണ്ടുവന്നിരിക്കുന്ന തീരുമാനങ്ങൾ ഈ അതിരൂപതയെ നടപ്പിലാക്കിയിട്ടേ താൻ ഇവിടെ നിന്ന് ഇറങ്ങുകയുള്ളൂ. സാധാരണഗതിയിൽ തന്നെ ആക്രമിക്കുവാനോ നാട് കടത്തുവാനോ ഒന്നും ഈ അതിരൂപതയിലെ സഭയോട് ചേർന്ന് നിൽക്കുന്ന വിശ്വാസികൾക്ക് കഴിവില്ല എന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഈ വ്യക്തിയെ ഇങ്ങനെ ചിന്തിപ്പിക്കുവാനും പ്രവർത്തിപ്പിക്കുവാനും പ്രേരിപ്പിക്കുന്നത് എന്ന് പറയേണ്ടതില്ലല്ലോ. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമായി ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ദൈവഹിതപ്രകാരമല്ലാതെ ഈ ഭൂമിയിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ദൈവം അനുവദിക്കുന്ന രീതിയിൽ തിരുത്തലുകൾ ഉണ്ടാവുമെന്നുള്ള പരമസത്യമാണത്.
പീലാത്തോസിന്റെ കൽപ്പനപ്രകാരം കുരിശിൽ തറച്ചു കൊല്ലുവാനായി മർദ്ദനം ഏറ്റുകൊണ്ട് ഗാഗുൽത്തായിലേക്ക് കുരിശും വഹിച്ചുകൊണ്ട് നീങ്ങുന്ന ഈശോയെ കണ്ട് വാവിട്ട് നിലവിളിക്കുന്ന സ്ത്രീകളോട് ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുക എന്ന്. സുവിശേഷകൻ ഈ ഭാഗം രചിക്കുമ്പോൾ അവിടെ ഈശോയുടെ ഈ വാക്കുകൾക്ക് വിശദീകരണവും കൊടുക്കുന്നുണ്ട്. ജെറൂസലേം ആക്രമിക്കപ്പെടുമെന്നും ജെറൂസലേം ദേവാലയം നശിപ്പിക്കപ്പെടുമെന്നും ഈശോ അവിടെ പ്രവചിക്കുകയായിരുന്നു. 70 വർഷങ്ങൾക്ക് ശേഷം അത് നടപ്പാക്കപ്പെടുകയും യഹൂദർ സ്വന്തമായി ഒരു രാജ്യമില്ലാതെ ലോകം മുഴുവൻ അലയേണ്ടി വരികയും ചെയ്തു. നൂറ്റാണ്ടുകളെടുത്തു ചിതറിപ്പോയ ഈ ജനത്തിന് തങ്ങളുടെ മാതൃരാജ്യത്ത് തിരിച്ചെത്തുവാനും ഇസ്രായേൽ എന്ന രാജ്യം വീണ്ടും ജന്മം കൊള്ളുവാനും ജെറൂസലേം ദേവാലയം ഇതുവരെ പണിയപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഇന്നത്തെ നേർസാക്ഷ്യമായി ഒരു വസ്തുതയായി നിലകൊള്ളുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടമാടിയതും നടമാടിക്കൊണ്ടിരിക്കുന്നതുമായ ദൈവനിന്ദകൾക്ക് ഇങ്ങനൊരു പരിണാമം ഉണ്ടാവുമെന്ന് തീർച്ചയാണ്. ഞങ്ങളെ നയിക്കുവാൻ നിയുക്തരായ അഭിമന്യ പിതാക്കന്മാരെ കണ്ണുനീർ കുടിപ്പിക്കുകയും അധിക്ഷേപിക്കുകയും വ്യാജരേഖകൾ കെട്ടിച്ചമയ്ക്കുകയും വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയും വ്യാജരേഖകൾ ചമച്ച് അപകീർത്തിപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത ഒരു കൂട്ടം പുരോഹിതന്മാരും ഇവരുടെ അനീതികൾക്ക് മുമ്പിൽ മൗനം അവലംബിച്ചുകൊണ്ട് എങ്ങനെയാണെങ്കിലും കാര്യങ്ങൾ നടന്നോട്ടെ എന്ന് പറയുന്ന ഒരു വിശ്വാസ സമൂഹം. ഇതിനിടയിലാണ് ഒരു കൂട്ടം വിവേകമതികളായ സ്ത്രീകൾ ഈ അതിരൂപതയുടെ ഭരണകർത്താവിനോട് എന്തുകൊണ്ടാണ് സഭാവിരുദ്ധമായ രീതിയിൽ സഭയെ നയിക്കുന്നു എന്ന് ചോദിക്കുന്നത്. അവിടെയും തിരുത്തലിന് ഒരു ശ്രമവും നടത്താതെ തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്ന അധികാരിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഈശോയുടെ വാക്കുകൾ മാത്രമാണ് സമാധാനമായി വരുന്നത്. നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുക. ഈ അതിരൂപതയ്ക്ക് വന്നു ഭവിക്കുവാനിരിക്കുന്ന ദൈവം നിശ്ചയിക്കുന്ന തിരുത്തൽ നടപടികൾ അതേതറ്റം വരെ പോകുമെന്ന് മാത്രമാണ് ഇനി അറിയുവാനുള്ളത്. കാരണം അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമേ ദൈവഹിതപ്രകാരമുള്ള വീണ്ടെടുക്കലും സാധ്യമാവുകയുള്ളൂ. ആ വീണ്ടെടുക്കലിനായി വിശുദ്ധിയുള്ള പുരോഹിതന്മാർ വിവേകമതികളായ സ്ത്രീകളിൽ നിന്ന് ഈ അതിരൂപതയിൽ ജനിക്കണം. തീർച്ചയായും അതുണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എല്ലാ കാലവും സഭയെ ഗവനിക്കാത്ത, ദൈവത്തെ മാനിക്കാത്ത അധികാരികളാവില്ല ഈ അതിരൂപതയ്ക്കുണ്ടാകുക എന്ന് നാം തിരിച്ചറിയണം. ബഹുമാനപ്പെട്ട തോട്ടുപുറം അച്ഛൻ അൾത്താരയിൽ ബലിയർപ്പിക്കുമ്പോൾ അദ്ദേഹത്തെ ആക്രമിച്ച് വിശുദ്ധ ബലി തടസ്സപ്പെടുത്തുന്ന വ്യക്തികൾ ഈ അതിരൂപതയിൽ ഈ ഭരണാധികാരിയുടെ തണലിൽ സംരക്ഷിക്കപ്പെടുകയാണ്. സമീപകാലത്ത് കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിൽ അൾത്താരയിൽ ദിവ്യബലി അർപ്പിക്കുമ്പോൾ ആക്രമണം നടത്തുന്നത് ബോക്കോ ഹറാമും അതുപോലെയുള്ള ഭീകര സംഘടനകളുമാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയയിൽ അൾത്താരയിൽ നിന്ന് വചനപ്രഘോഷണം നടത്തിയ ഒരു മെത്രാനെ ആക്രമിച്ചതും ഒരു തീവ്രവാദിയായിരുന്നു. ആ നിലയിലേക്ക് എറണാകുളത്തെ വിമത വൈദികരും ഉയർന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ മാറിയിരിക്കുകയാണ്. ഒരു വ്യക്തിക്ക് ഒരു ദൗത്യം നൽകുകയും ആ ദൗത്യത്തിൽ നിന്ന് മടക്കി വിളിക്കുമ്പോൾ തന്നെ അധികാരപ്പെടുത്തിയവർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് ലോകമെമ്പാടുമുള്ള നടപടികൾ. എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തങ്ങളുടെ ദൗത്യം തീർന്നിട്ടും അധികാരികൾ തിരിച്ചു വിളിക്കുമ്പോൾ തിരികെ പോവാതെ ദേവാലയങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന വികാരിമാരാണ് ബസിലിക്കായിലും തൃപ്പൂണിത്തുറയിലും മാതാനഗറിലും പാലാരിവട്ടത്തുമൊക്കെ നമ്മൾ കാണുന്നത്. ഇപ്പോഴും യാതൊരു നടപടിക്കും വിധേയരാവാതെ തങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ഈ ദേവാലയങ്ങളിൽ വിഹരിക്കുകയാണ്. അധികാരിയോട് ചോദിച്ചപ്പോൾ നമുക്ക് പോലീസ് മുറയൊന്നുമില്ലല്ലോ, അവർ അവിടെ തന്നെ കഴിഞ്ഞോട്ടെ. എങ്ങനെയുണ്ട് നമ്മുടെ നീതി നടപ്പാക്കാൻ വന്ന അധികാരിയുടെ മറുപടി? ഈ ദേവാലയങ്ങളുടെ എല്ലാ അധികാരവും മെത്രാന് മാത്രമാണ്. മെത്രാന് പകരക്കാരായി ജോലി ചെയ്യുവാൻ വന്ന വികാരിമാർ അവിടെ അവരുടെ താവളം ഉറപ്പിക്കുകയാണ്. തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവിടെ തുടരുന്നു.
വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് കൂദാശ തടസ്സങ്ങൾ. വിശുദ്ധ കുർബാന അർപ്പിക്കരുത് എന്ന് സഭ അധികാരികൾ നൽകിയിട്ടും അച്ചടക്ക നടപടികൾ സഭാ കോടതികളിൽ മുമ്പോട്ട് പോകുമ്പോഴും ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന മനോഭാവത്തിൽ അവർ അവിടെ കഴിഞ്ഞു പോവുകയും അതിൻ്റെ കൂടെ ഒരു സംഘം വിശ്വാസികൾ അവർക്ക് പ്രോത്സാഹനം നടത്തുകയും ചെയ്യുന്നു. വിമത വൈദികരെ, സഭയെ സ്നേഹിക്കുന്നവർക്ക് യാതൊരു ഒത്തുതീർപ്പും സാധ്യമല്ല, യാതൊരു സമവായവും സാധ്യമല്ല. പാലിൽ ഒരു തുള്ളി വിഷം ചേർത്തോട്ടെ എന്ന് ചോദിച്ചാൽ പറ്റില്ല എന്ന് തന്നെ യഥാർത്ഥ വിശ്വാസികൾ ശക്തിയുദ്ധം പറയും. സഭയെ നശിപ്പിക്കുവാൻ ഉതകുന്ന വിഷം ചേർത്ത് സമവായക്കഞ്ഞി ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്ന എല്ലാവരോടും ശക്തമായ ഭാഷയിൽ പറയുകയാണ്, ദയവായി അതിന് തുനിയരുത്. മാർപ്പാപ്പായെ അനുസരിക്കുന്ന, സഭയോട് ചേർന്ന് നിൽക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സീറോ മലബാർ സഭ വിശ്വാസികൾ വിമത വൈദികരും അവരുടെ കുഴലൂത്തുകാരുമായി ഒരൊത്തുതീർപ്പിനും കൂട്ടുനിൽക്കുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാലത്തിൻ്റെ തിരിച്ചറിവ് മനസ്സിലാക്കുവാനുള്ള വിവേകം എറണാകുളം അങ്കമാലി അതിരൂപതയെ നയിക്കുന്നവർക്കുണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ ചുരുക്കുകയാണ്.